പശ്ചിമേഷ്യയെ അശാന്തമാക്കി നാലാം ദിവസവും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവന്നൊരു ദൃശ്യം നേരത്തെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. അത് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ചാനലായ ഇറാൻ ടിവിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു. തത്സമയം വാർത്താ സംപ്രേഷണം ചെയ്യുന്നതിനിടയിൽ വാർത്ത വായിക്കുന്നതിനിടയിലുണ്ടായ സ്ഫോടനത്തിന് ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാണ് ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത് എന്ന കാര്യം പരിശോധിക്കാം. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പി ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? പി ജെയിംസ്. റീത്ത്, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഇറാന്റെ ഒഫീഷ്യൽ TV അതിന്റെ അവതാരക വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കെട്ടിടത്തിന് മേൽ ഇസ്രായേലിന്റെ മിസൈൽ വന്ന് പതിച്ചത്. അവരിറങ്ങി ഓടുന്നതിന്റെ വിഷ്വൽസ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക, ഇറങ്ങി ഓടി എന്ന് ഉള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇപ്പോൾ വരുന്ന വാർത്ത, ആ ടെലിവിഷൻ ചാനലിലെ നിരവധി ജേർണലിസ്റ്റുകൾ, മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നിട്ടുണ്ട്. ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അത് സംബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ടെലിവിഷൻ ചാനലും റേഡിയോയും ഏതാണ്ട് അപ്രത്യക്ഷമാവുന്ന അവസ്ഥയിലാണ്. സ്റ്റുഡിയോയ്ക്ക് നേരെയും ഞങ്ങളുടെ ടെലിവിഷൻ ചാനലിൻ്റെ നേരെയും വലിയ രീതിയിലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന് ഇറാൻ സമ്മതിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ടെലിവിഷൻ ചാനൽ ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ അടുത്തുള്ളവർ മുഴുവൻ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പം അതിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത്, ഇസ്രായേൽ വളരെ ബോധപൂർവം ഇറാൻ്റെ ടെലിവിഷൻ ചാനൽ, അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ബോംബിങ്. അല്ലാതെ ടെലിവിഷൻ ചാനലാണെന്ന് അറിയാതെയല്ല. ടെലിവിഷൻ ചാനൽ തകർക്കുക വഴി ഇറാന് ലോകത്തോട് പറയാനുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഒരുപക്ഷെ യുദ്ധത്തിൽ ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ടെലിവിഷൻ ചാനലുകൾ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ യുദ്ധത്തിൽ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാണ് സാധാരണ അന്താരാഷ്ട്ര നിയമം. ജനീവ കൺവെൻഷനിൽ മാധ്യമ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്, സ്ത്രീകൾ, കുട്ടികൾ. പക്ഷേ യുദ്ധ നിയമങ്ങൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ അതിശക്തമായിട്ടുള്ള ഇതിൽ ടെലിവിഷൻ ചാനൽ ആക്രമിച്ചിരിക്കുന്നു. നിരവധി മാധ്യമപ്രവർത്തകർ, ഇറാന്റെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വല്ലാത്ത ഞെടുക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ റീജിത്ത്, ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇറാന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെയാണ് പറഞ്ഞത്, പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ പ്രകടമായിട്ടുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും ലഭിക്കുന്നു, ഞങ്ങൾ വേണ്ടി വന്നാൽ അത് ഇസ്രായേലിൽ പ്രയോഗിക്കും. അതേക്കുറിച്ച് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത്, പാകിസ്ഥാൻ ആണവായുധം ഇറാന് നൽകാൻ പോകുന്നു, ഇറാൻ അത് ഇസ്രായേലിൽ പൊട്ടിക്കും എന്നുള്ള രീതിയിലാണ്. എന്തായാലും വാർത്തകൾ വന്ന് അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി. പാകിസ്ഥാൻ ഇറാൻ അച്ചുതണ്ട് എന്നുള്ള രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഇപ്പോൾ അത് നിഷേധിച്ചിരിക്കുകയാണ്. ഇറാന് അങ്ങനെ ആയുധങ്ങൾ നൽകാമെന്നും അല്ലെങ്കിൽ അണുവായുധം നൽകാമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും വലിയ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ടെലിവിഷൻ ചാനൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് കൊല്ലപ്പെട്ട ജേർണലിസ്റ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ വരുന്നതേയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഓടിപ്പോയ, അവിടുന്ന് ഈ വാർത്ത വായിച്ചുകൊണ്ട് ഓടിപ്പോയ വനിതാ അവതാരക, അവർക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. പക്ഷെ മറ്റു ജേർണലിസ്റ്റുകൾ, ആ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിരുന്ന നിരവധി ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. അതിനിടയിൽ തന്നെ ടെഹ്റാനിലെ സൈനിക താവളം ഇസ്രായേൽ ആക്രമിച്ചു. താവളം കംപ്ലീറ്റായിട്ട് തകർന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. പ്രത്യേകിച്ച് മിസൈൽ വേധക സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ നേതൃത്വത്തിൽ കയറി പലയിടത്തും തകർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള മിസൈലുകളെ തകർക്കാനോ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ താഴെയിടാനോ കഴിയാത്ത അവസ്ഥ ഇറാനുണ്ട്. ഇറാൻ്റെ രാജ്യം ആക്രമണത്തിന് തുറന്നു കൊടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇറാനിൽ വലിയ രീതിയിലുള്ള മരണസംഖ്യ ഉണ്ടാവുന്നുണ്ട്. ഇതുവരെ 225 ഇറാൻ അംഗീകരിച്ചത്. പക്ഷേ അനൗദ്യോഗിക കണക്കനുസരിച്ച് അത്
400-ൽ കൂടുതലാണെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതല്ല, കൃത്യമായ ആസൂത്രണം, കൃത്യമായ ഫലം കാണുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത്. അത് അവരുടെ എണ്ണപ്പാടങ്ങളായിക്കോട്ടെ, ഇറാന്റെ എണ്ണപ്പാടങ്ങളായിക്കോട്ടെ, ഇറാനിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളായിക്കോട്ടെ, ആണവ സംഭരണ കേന്ദ്രങ്ങളായിക്കോട്ടെ, ഈ ടെലിവിഷൻ ചാനൽ ആക്രമിക്കുന്നത് പോലും അവിടുത്തെ വാർത്താ ശൃംഖലയെ, അവിടുത്തെ വാർത്താ വിതരണ ശൃംഖലയെ പൂർണ്ണമായി തകർത്ത് കളയുക എന്നുള്ള ഒരു ആസൂത്രണം ഒരുപക്ഷെ അതിന് പിന്നിലുണ്ടായിരിക്കാം. ടി വിക്ക് നേരെ മാത്രമല്ല, അവരുടെ റേഡിയോ സംവിധാനത്തിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് ഒരു യുദ്ധസമാനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നിലയിലേക്ക് പോയിന്റ് ചെയ്തുള്ള ആക്രമണമാണോ പി നടക്കുന്നത്? തീർച്ചയായിട്ടും റീജിത്തെ, ഇതിന്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യ ദിവസം തന്നെ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായതാണ്. കാരണം 200 യുദ്ധവിമാനങ്ങൾ ഇസ്രായേൽ നേരിട്ട് അയക്കുക. 200 യുദ്ധവിമാനങ്ങൾ അയക്കണമെങ്കിൽ അതിൽ പലതും വെടിവെച്ചിടുമെന്ന് അറിയാവുന്നതുകൊണ്ട് അത്രയും വലിയൊരു റിസ്ക് ഒരു രാജ്യം എടുക്കില്ല. പക്ഷേ അവർ കൃത്യമായി ടെഹ്റാനടുത്ത് വർഷങ്ങളായി അവിടെ ഒരു ഭൂഗർഭ അറയിൽ അവിടുത്തെ ഡ്രോണുകളും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഡ്രോണുകളൊക്കെ ഒളിപ്പിച്ച് കടത്തിയതാണ് ഇറാനിലേക്ക്. ഒപ്പം തന്നെ മിസൈലുകളും സൂക്ഷിച്ചു വയ്ക്കുക, അത് കൃത്യമായിട്ട് പ്രവർത്തനക്ഷമമാക്കുക. അത് ജൂൺ 12-ാം തീയതി അർദ്ധരാത്രി സമയത്ത് പ്രവർത്തനക്ഷമമാക്കി മിസൈൽ ലോഞ്ചറുകളുടെയൊക്കെ അടുത്താണ് ഇതൊക്കെ അവർ കൊണ്ടുവച്ചിരുന്നത്. അത് കൃത്യമായി മിസൈൽ ലോഞ്ചറുകളെ നിർവീര്യമാക്കി കളഞ്ഞു, പലയിടത്തും തകർത്ത് കളഞ്ഞു. അതിൻ്റെ പിറകെയാണ് 200 യുദ്ധവിമാനങ്ങൾ വന്ന് അവിടെ അഗ്നി വിതറിയത്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക തലവന്മാർ, സൈനിക കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ, സ്ട്രാറ്റജിക്കലി അല്ലെങ്കിൽ തന്ത്രപരമായി പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ സ്പോട്ട് ഔട്ട് ചെയ്ത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ മുഴുവൻ ചിത്രങ്ങളും ഇസ്രായേലിൻ്റെ കൈവശമുണ്ട്. അതനുസരിച്ചാണ് അടി നടക്കുന്നത്. ആദ്യം ആണവ കേന്ദ്രം അറ്റാക്ക് ചെയ്തു. സൈനിക തലവന്മാർ അവരുടെ ഓരോ മൂവ്മെൻറ്റും, അവർ ഓഫീസിലാണോ വീട്ടിലാണോ അവർ താമസിക്കുന്ന ഫ്ലാറ്റിലാണ് ഹുസൈനിയെ അടിച്ചു വീഴ്ത്തിയത്, ഹുസൈനി സലാമിയെ. അതുപോലെ തന്നെ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് മറ്റു പല സൈനിക തലവന്മാരെ അവർ കൊലപ്പെടുത്തിയത്. ആണവ കേന്ദ്രങ്ങൾ ഇപ്പോഴും അവർ തകർത്തു എന്ന് പറയുമ്പോഴും ഏറ്റവും താഴെയുള്ള ആണവ കേന്ദ്രങ്ങളുടെ പ്രസരണ ശേഷി അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആ ഭാഗങ്ങൾക്കൊന്നും കേട് പറ്റിയിട്ടില്ലെന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജിയുടെ ഏജൻസി തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തകർത്തു എന്ന് അവകാശപ്പെടുന്ന അർത്ഥമില്ല. അത് തകർക്കണമെങ്കിൽ അമേരിക്കയുടെ ബസ്റ്റർ മറ്റേത് ചെയ്യുന്ന തരത്തിൽ ബങ്കർ ബസ്റ്റർ കൊണ്ടുവരണം. അത് അമേരിക്ക നൽകിയതായിട്ട് അറിയില്ല. എന്തായാലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുകളിലുള്ള ഭാഗങ്ങളാണ് തകർന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആണവായുധങ്ങൾ, ഈ സമ്പുഷ്ട യുറേനിയൊക്കെ സൂക്ഷിച്ചിരുന്ന ഭാഗങ്ങൾക്ക് കേട് പറ്റിയിട്ടില്ലെന്നാണ് ബോധ്യമാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാറി മാറി വീണ്ടും ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. എണ്ണപ്പാടങ്ങൾ കൃത്യമായിട്ട് സ്പോട്ട് ഔട്ട് ചെയ്ത് ഷഹറാനിൽ, അതുപോലെ തന്നെ കങ്കണിൽ പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങൾക്ക് നേരെ മുഴുവൻ ആക്രമണം നടക്കുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളും ഡീസലും ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ സംഭരണ പാടങ്ങളുള്ള സ്ഥലമാണ്. സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ് ആ മേഖലയാണ് ഒരുപക്ഷെ ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങളുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതിനു നേരെയാണ് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് എണ്ണപ്പാടങ്ങളാണ് പരസ്പരം നശിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് വലിയ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ വിചാരിച്ചത് തിരിച്ചടിക്കുമ്പോൾ അതൊക്കെ അയൺ ഡോമുകൾ തടയുമെന്നാണ്. പക്ഷെ അയൺ ഡോമുകൾ ആദ്യമായി ഇസ്രായേലിന് വേണ്ടി പരാജയപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ അവർ തീരുമാനിച്ചതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്ക് ഇറാൻ ഇതുവരെ 400ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുവെന്നാണ് ഇസ്രായേൽ തന്നെ പറയുന്നത്.